പേടിയുള്ള കാര്യം മനഃപൂർവ്വം വീണ്ടും വീണ്ടും ചെയ്താൽ പേടി മാറും എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവും. നമുക്ക് പേടിയുള്ള സാഹചര്യം, പ്രത്യേകിച്ച് ഡ്രൈവിംഗ്. ആദ്യം ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ള പേടി, പിന്നെ ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ കഴിയുമ്പോൾ ആ പേടി കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള അനുഭവം നമുക്കുണ്ട്. അത് കറക്റ്റാണ്. ആൻസൈറ്റി ട്രീറ്റ്മെന്റിൽ അങ്ങനെ ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എക്സ്പോഷർ ആൻഡ് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയും. എക്സ്പോഷർ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മൾ പേടിക്കുന്ന സിറ്റുവേഷൻ, വസ്തു ഏതാണോ അതിലേക്ക് നമ്മളെ എക്സ്പോഷർ ചെയ്യിപ്പിക്കുക. എക്സ്പോഷർ ചെയ്യിപ്പിച്ച് ആ പേടി കുറയ്ക്കുക എന്നുള്ള പ്രോസസ്സാണ് അതിൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അതിന് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ് ഉണ്ട്. അതുവഴി അങ്ങനെ ചെയ്താൽ മാത്രമേ അതിനെ ഓവർകം ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ അടുത്ത് പല കേസുകളും വന്നിട്ടുള്ളവർ എക്സ്പോഷർ തന്നെ ചെയ്തവരും വേറൊരു ഗൈഡൻസിൽ ചെയ്തവരും ഉണ്ട്. പക്ഷേ കറക്റ്റായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാത്തത് കൊണ്ട് ആ ആൻസൈറ്റി കൂടിയവരുണ്ട്. ആൻസൈറ്റി ഡിസോർഡർ ഉള്ള പേഷ്യൻസിന്റെ കാര്യം പറയുന്നത് കേട്ടോ. നോർമലായിട്ടുള്ളവർക്ക് ചിലപ്പോൾ അത് മാറും, അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷേ ആൻസൈറ്റി ഡിസോർഡർ ഉള്ള പേഷ്യൻസിന് വെറുതെ എക്സ്പോഷർ ചെയ്യിപ്പിച്ചാൽ പറ്റില്ല. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയർ വെച്ചിട്ട് നമ്മൾ എക്സ്പോഷർ ചെയ്താൽ മാത്രമേ അവർക്കത് ഓവർകം ചെയ്യാൻ പറ്റൂ. അങ്ങനെ ചെയ്യണമെങ്കിൽ ആദ്യം ആ വ്യക്തിയുടെ ആൻസൈറ്റി ട്രിഗർ എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ ഏത് സേഫ്റ്റി ബിഹേവിയർ ആണ് അയാൾ യൂസ് ചെയ്യുന്നതെന്നും അറിയണം. അങ്ങനെ അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിനോട് കണക്ട് ചെയ്തുള്ള എക്സ്പോഷർ എക്സസൈസുകൾ സെറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ എക്സ്പോഷർ ചെയ്ത് ആ വ്യക്തിയെ ആൻസൈറ്റിനെ ഓവർകം ചെയ്യുന്ന ഒരാളാക്കി